بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഹൗസുല്ലാതെ തങ്ങളുപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ വചനങ്ങൾ, കവിതകൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ദീവാനുൽ ജീലാനി. ഈ ദീവാനുൽ ജീലാനിയുടെ പല ഭാഗങ്ങളും മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണ പലപ്പോഴും വിശദീകരിക്കാത്ത ഒരു ഭാഗമാണ് ഇന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീവാനുൽ ജീലാനിയുടെ 159 പേജ് മുതലാണ് വിശദീകരിക്കുന്നത്. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ തന്നെയാണ് ഉപ്പാപ്പയെ പരിചയപ്പെടുത്തുന്നത്. ലോകപ്രസിദ്ധമായ മഹിയുദ്ദീൻ മാലയുടെ അടിസ്ഥാനം ഉപ്പാപ്പയുടെ ഈ വചനങ്ങളാണ്. അവർ ചൊന്ന ബൈത്തിനും ബഹ്ജാക്കി താബിന്നും അങ്ങീനെ തക്മീല തെന്നിന്നും കണ്ടോവർ. അവർ ചൊന്ന ബൈത്ത്. അപ്പൊ ഗൗസുൽ ആലം പാപ്പ ഒരുപാട് ബൈത്തുകൾ പാടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് മഹിയുദ്ദീൻ മാലയിലെ ഒരുപാട് വരികൾ. നമുക്ക് തുടങ്ങാം. ഗൗസുൽ ആലം പാപ്പ പറയുകയാണ്, ഉസ്ബിഹാനി സബ്അൻ വലുസ്ബി സിമാമി وتجرد لزورتي كل عام أصبحني سبعا. എന്റെ ഈ മഖാമിനെ 7 പ്രാവശ്യം നീ തവാഫ് ചെയ്യുക. വലുസ്ബി ദിമാമി, ഇവിടെ നീ അഭയം തേടുക. ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ മഖാമിനെ 7 പ്രാവശ്യം തവാഫ് ചെയ്യുക. ഇവിടെ നീ അഭയം പ്രാപിക്കുക. എല്ലാ വർഷവും എന്നെ സിയാറത്ത് ചെയ്യുക. അത് എല്ലാവരോടുമുള്ള കൽപ്പനയാണ്. എത്ര ദൂരത്തുള്ള ആളുകളാണെങ്കിലും കൊല്ലത്തിൽ 1 പ്രാവശ്യമെങ്കിലും എന്നെ വന്ന് കാണണേ. എന്നിട്ട് പാവ പറയുന്നു, അനാസിറുൽ അസ്റാറി മിൻ സിരി സിരി عبتي راحتي وبسطي مدامي أنا سر الأسرار. മുഹീദ്ദീൻ മാലയിൽ കാണാം, ഞാനല്ലാ സിറിന്നും സിറന്ന് ചെന്നോവർ, ഞാനല്ലാ തന്നോട് അമ്രന്ന് ചെന്നോവർ.
അന സിറുൽ അസ്റാർ, എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമാണ് ഞാൻ. മിൻ സിരി സിരി കഅബതി, എന്റെ രഹസ്യങ്ങളിൽപ്പെട്ട രഹസ്യമാണ് എന്റെ കഅബ. അല്ലാഹു അഅലം. ഉപ്പാപ്പയുടെ വാക്കുകൾക്ക് ഒരുപാട് 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 അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥമാണത് റാഹത്തി വവസ്തി മുദാമി. റാഹത്ത് എന്നാലും മുദാമി എന്നാലും അള്ളാഹുമായുള്ള മഹബത്തിന്റെ സുക്ർ, അഥവാ അള്ളാഹുമായുള്ള ആ ഹുബിന്റെ മസ്തിലായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഹുബിലായാണ് എന്റെ ജീവിതം. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു, അനാ നശ്റുൽ ഉലൂമി വദ്ദർസു ശുഗ്ലി, അനാ ശൈഖുൽ വാറ ലികുല്ലി ഇമാമി. അന നശ്റുൽ ഉലൂം, എല്ലാ വിജ്ഞാനങ്ങളുടെയും എല്ലാ ജ്ഞാനങ്ങളുടെയും പ്രചാരകനാണ് ഞാൻ. എന്റെ അടുത്താണ് എല്ലാ അറിവും ഉള്ളത്. നാഷിർ, നാഷിറാണ് ശരിക്കും പ്രചാരകൻ എന്ന വാക്ക് എന്റെ അർത്ഥം നാഷിർ. പക്ഷെ ഉപവാന നഷ്ർ, അറിവുകളുടെ പ്രചാരം എന്ന് പറയുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. എല്ലാ അറിവുകളും എന്നിലാണുള്ളത്. എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുക്കലാണ് എന്റെ ജോലി. അന ശൈഖുൽ വറ, ഞാൻ എല്ലാവരുടെയും ഷെയ്ഖാണ്. ലികുല്ലി ഇമാമി, എല്ലാ ഇമാമുമാർക്കും ഞാൻ ഷെയ്ഖാണ്. ഒരു നാട്ടിലെ ഒരു രാജ്യത്ത് വലിയൊരു ഇമാമുണ്ടെന്ന് കരുതുക, ആ ഇമാമിന്റെയും ഷെയ്ഖാണ് ഞാൻ. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു, അനാ ഫീ മജ്ലിസി ആറൽ അർശ ഹഖാ വജമീഉൽ അംലാകി ഫീഹി ഖിയാമി. അന ഫീ മജ്ലിസി, ഞാൻ എന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് അറൽ അർശ ഹഖാ, ഹഖായിട്ടും അല്ലാഹുവിന്റെ അർശിനെ ഞാൻ കാണുന്നു എന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് തന്നെ. വജമീഉൽ അംലാകി ഫീഹി ഖിയാമി, അല്ലാഹുവിന്റെ അർശിൽ അതാ എല്ലാ മലക്കുകളും നിന്നിരിക്കുന്നു. ഈ കാഴ്ച ഞാൻ എന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് തന്നെ കാണുന്നു. പിന്നെ രാകാശം കണ്ടോവർ എറും മാലക്കൂത്തിൽ രാജാളി എന്നോവർ. എന്നിട്ട് പാപ്പ പറയുന്നു, ഖലത്തിൽ ഔലിയാഉ ജംഅൻ ബിഅസ്മി അൻത ഖുതുബുൻ അലാ ജമീഇൽ അനാമി. എല്ലാ ഔലിയാക്കളും, ഖലത്തിൽ ഔലിയാഉ, എല്ലാ ഔലിയാക്കളും പറഞ്ഞു, ജംഅൻ ജമീഅൻ, എല്ലാവരും, ആരും ഒഴിവില്ല, എല്ലാവരും പറഞ്ഞു, ബിഅസ്മിൻ, ഉറപ്പിച്ചു പറഞ്ഞു. എന്ത്? അൻത ഖുതുബുൻ, ഗൗസുൽ ആലം തങ്ങളും പാപ്പ അങ്ങ് ഖുതുബാണ്, അലാ ജമീഇൽ അനാമി, എല്ലാ ജനങ്ങൾക്കും മുകളിൽ അങ്ങ് ഖുതുബാണ്. ഇങ്ങനെ എല്ലാ ഔലിയാക്കളും പറഞ്ഞപ്പോൾ ഗൗസുൽ ആലം തങ്ങളും പാപ്പ അവർക്ക് മറുപടി കൊടുത്തു. ഖുൽതു കുഫു സുമ്മ സ്മഉ നസ്സ ഖൗലി ഇന്നമൽ ഖുത്ബു ഖാദിമി വഗുലാമി. ഖുൽതു, ഞാൻ പറഞ്ഞു, കുഫു സുമ്മ സ്മഉ നസ്സ ഖൗലി, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കൂ, നിൽക്കൂ, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കൂ. ഇന്നമൽ ഖുത്ബു, ഖുത്ബ് എന്ന് പറയുന്നത് ഖാദിമി, എന്റെ ഖാദിമാണ്, ഗുലാമി, എന്റെ ഗുലാമാണ്. എല്ലാ വലികളും മേലെ ഖുത്ബാണോരും എന്നോട് വീട്ടിലെ
പുള്ളർ ആദന്നോവർ. എത്ര വ്യക്തമാണ് ഗൗസുല്ല നിങ്ങൾ പറഞ്ഞത്. എല്ലാ ഔലിയാക്കളും ഗൗസുല്ല തങ്ങളോട് അങ്ങ് കുത്തുബാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ കുത്തുബീങ്ങളും എന്റെ വീട്ടിലെ കുട്ടികളാണെന്നാണ് ഗൗസുല്ല തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞത്. എല്ലാ കുത്തുബീങ്ങളും എന്റെ ഖാദിമീങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഗൗസുല്ല തങ്ങൾ ഉപ്പാപ്പ കുത്തുബാണെന്നതും മറ്റുള്ള കുത്തുബ് എന്ന് പറയുന്നതും വലിയ വ്യത്യാസമുണ്ട്. രണ്ടും കുത്തുബ് എന്ന പേരാണെങ്കിലും രണ്ട് കുത്തുബാനിയത്തിന്റെയും ഇടയിൽ അല്ലാഹു അലം എത്രയാണ് വ്യത്യാസമെന്ന് അല്ലാഹു അലം. കുല്ലു ഖുതുബിൻ, അതാണ് പറയുന്നത്, കുല്ലു ഖുതുബിൻ യതൂഫു ബിൽ ബൈതി സബ്ആ വആനൽ ബൈതു ത്വായിഫുൻ ബി ഖിയാമി. കുല്ലു ഖുതുബിൻ, എല്ലാ ഖുതുബീങ്ങളും യതൂഫു ബിൽ ബൈതി സബ്ആ, വിശുദ്ധമായ കഅബ ശരീഫിനെ 7 പ്രാവശ്യം തവാഫ് ചെയ്യുന്നു. വഅനൽ ബൈതു, എന്നാൽ അറിയുക ഞാൻ തന്നെയാണ് കഅബ ശരീഫ്. ത്വായിഫും ബിഖിയാമി, എന്റെ ഖൈമ ഞാൻ തന്നെ തവാഫ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ തുഫ്ബിഹാനി സബ്അൻ. ഈ ക്ലാസിന്റെ തുടക്കം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, തുഫ്ബിഹാനി സബ്അൻ, എന്റെ ഈ മഖാമിനെ 7 പ്രാവശ്യം തവാഫ് ചെയ്യുക. അതിന്റെ വിശദീകരണമാണ് പാപ്പ പറഞ്ഞത്. എല്ലാ ഖുതുബും കഅബ ശരീഫിനെ തവാഫ് ചെയ്യുന്നു. ഞാൻ തന്നെയാണ് കഅബ ശരീഫ്, എന്നെ നിങ്ങൾ തവാഫ് ചെയ്യുക. കഅബനെ ചുറ്റുവാർ ഖുതുബാണോരെല്ലാരും, കഅബൻ തവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ. അത്ര വ്യക്തമാണ്. മഹാനായ ഖാദി മുഹമ്മദ് തങ്ങളുപ്പാപ്പ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഈ പരിശുദ്ധമായ ബൈത്തുകളാണ് ഓരോ വരികളായി മുഹ്യിദ്ദീൻ മാലയിൽ മുത്തുമണികളായി കോർത്തിണക്കിയത്. കശഫൽ ഹുജ്ബ വസ്സുതുറ ലിഐനി വദഅനി ലിഹദ്റത്തിൻ വമഖാമി. കശഫൽ ഹുജ്ബ, എല്ലാ മറകളെയും നീക്കി, വസ്സുതുറ, മറകൾ എല്ലാം നീക്കിക്കളഞ്ഞു, വലി ഐനി, എന്റെ കണ്ണിന്. ഗൗസുൽ തങ്ങൾ ഉപ്പാപ്പ പറയുകയാണ്, എനിക്ക് എല്ലാ മറകളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കി തന്നു. വദഅനി ലിഹദ്റത്തിൻ വമഖാമി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക്, ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലികിൻ മുഖ്തദിർ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ മഖാമിലേക്ക് അല്ലാഹു എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഫഖറഖതു സുതുറ ജംഅൻ ലിഹൈ ഇൻദ അർശിൽ ഇലാഹി കാന മഖാമി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഫഖറഖതു സുതുറ ജംഅൻ, എല്ലാ മറകളെയും ഞാൻ കീറിമുറിച്ചു കളഞ്ഞു. ഇൻദ അർശിൽ ഇലാഹി കാന മഖാമി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ അർശിന്റെ അടുത്താണ് എന്റെ മഖാമെന്ന് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ വളരെ വ്യക്തമായി പറയുന്നു. എല്ലാ ഈലും മേൽ അർശിങ്കൽ ചെന്നോവർ, എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ ആദന്നോവർ. എന്നിട്ടോ അല്ലാഹു എന്നെ എന്ത് ചെയ്തു? വകസാനി ബിതാജ് തശ്രീഫ് ഇസ്ദിൻ, ഇസ്സത്തിന്റെ ഷറഫിന്റെ കിരീടം അല്ലാഹു എന്നെ അണിയിച്ചു. വതീറാസിൻ വഖിൽആത്തിൻ ബിഖിതിമാമി, ഏറ്റവും ഉന്നതമായ വസ്ത്രം എന്നെ അണിയിച്ചു. ഉന്നതമായ എല്ലാ സ്ഥാന വസ്ത്രങ്ങളെയും അല്ലാഹുവിന്റെ തിരുഹദ്റത്തിൽ വെച്ച് അല്ലാഹു എന്നെ അണിയിച്ചു. ഫറസുൽ ഇസ്സി തഹ്ത സുർജി ജവാദി വരികാബി അലിൻ വഅസ്ബി വഅസ്മി
ലിജാമി. ഇസ്സത്തിന്റെ കുതിര, അതിന്റെ കടിഞ്ഞാണ് എന്റെ കയ്യിലാണ്. ഏറ്റവും ഉന്നതമായ വാഹനം അതെല്ലാം എന്റെ കയ്യിലാണ്. അഥവാ അള്ളാഹു എനിക്ക് ഏറ്റവും ഉന്നതമായ വസ്ത്രം ധരിപ്പിച്ചു, ഏറ്റവും ഉന്നതമായ വാഹനം തന്നു. അള്ളാഹു എനിക്ക് എല്ലാം തന്നു അനുഗ്രഹിച്ചു. وَإِذَا مَا جَذَبْتُ قَوْسَ مَرَامِي كَانَ نَارُ الْجَحِيمِ مِنْهَا سِهَامِي. എന്റെ മറാമിന്റെ ഉദ്ദേശത്തിന്റെ ആ വില്ല് അത് ഞാൻ എടുത്താൽ ജഹീമാകുന്ന നരകമാകും എന്റെ ലക്ഷ്യം. അത് വേറൊരു വരിയിലല്ല, വേറൊരു വരിയിൽ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. എന്റെ വല്ലിപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പയുടെ ഒരു വാക്കത് മുൻകളന്നില്ലായിരുന്നുവെങ്കിൽ നരകത്തിന്റെ എല്ലാ കവാടങ്ങളെയും ഞാൻ അടച്ചു കളയുമായിരുന്നു. അതിന്റെ മറ്റൊരു ശൈലിയാണ് ഇവിടെ ഉപ്പാപ്പ പറഞ്ഞത്. എന്റെ വല്ലിപ്പയും അങ്ങനെ ഒരു വാക്ക്, അത് ഒരു അഹദ് കരാറ് കഴിഞ്ഞു പോയത് കൊണ്ട് ഞാൻ അതിൽ ഇടപെടുന്നില്ല. അതായത് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ പപ്പറും അവിടുത്തെ ഉന്നതമായ മഖാമുകളുമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഉപ്പാപ്പ പറയുന്നു, സായിറുൽ അർളി കുല്ലുഹാ തഹ്ത ഹുക്മി വഹിയ ഫീ ഖബ്ലതി കഫർഖി ഹമാമി. സായിറുൽ അർളി കുല്ലുഹാ, ഈ ഭൂമി മുഴുവൻ തഹ്ത ഹുക്മി, എന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. ഞാൻ പറയുന്നതിനനുസരിച്ചാണ് ഈ ഭൂമിയിലെല്ലാം നടക്കുന്നത്. വഹിയ ഫീ ഖബ്ലതി, ഭൂമി എന്റെ കയ്യിൽ കഫർഖി ഹമാമി, ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പോലെ, ഒരു പക്ഷി കുഞ്ഞിനെ പോലെയാണ് എന്റെ ഉള്ളംകൈയിൽ ഭൂമിയുള്ളത്. ഭൂമിയോരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി ആദോക്കെയും ഒരു ചൂവടന്നോവർ. അതുകൊണ്ട് തന്നെ മത്ലഉശംസി സുമ്മാ ഖസൽ ഗുറൂബി ഖുത്വതി വഅഖല്ലുഹാ ബിഹ്തിമാമി. മത്ലഉശംസി, സൂര്യോദയം, സുമ്മാ ഖസൽ ഗുറൂബി, പിന്നീട് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം, അഥവാ ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും. ഖുത്വതി, എനിക്കൊരു കാലടി വെക്കാനേയുള്ളൂ. അതാണ് നാം ഇപ്പൊ പാടിയത്. ഭൂമി അതൊക്കെയും ഒരു ചുവട്, ഒരു കാലങ്ങോട്ട് വെക്കാനേയുള്ളൂ. വഅഖല്ലുഹ, എന്തിന് ഭൂമി മുഴുവൻ, എനിക്കൊരു കാല് വെക്കാനില്ല. അല്ലാഹു അക്ബർ. ബിഹ്തിമാമി. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ ഹിമ്മത്ത് കൊണ്ടൊരു കാല് വെച്ചാൽ ഭൂമി അതിനില്ല. ഒരു കാല് വെക്കാനേയുള്ളൂ ഭൂമി, എന്നാൽ അതിനു പോലും ഭൂമിയില്ല. ഭൂമി മുഴുവൻ എന്റെ ഉള്ളം കയ്യിൽ ഒരു പക്ഷി കുഞ്ഞിനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ യമൂരീദി, ഇതെല്ലാം ഉപ്പാപ്പ തന്നെ ഉപ്പാപ്പായെ പരിചയപ്പെടുത്തിയിട്ട് അവിടുത്തെ മുരീദിനോട് പറയുന്നു, യമൂരീദി ലക്കൽ ഹാനബീദവാമി ബിഇസ്സിൻ വരിഫഅത്തിൻ വഹ്തിറാമി. എന്റെ മുരീദേ, ലക്കൽ ഹനാബിദവാമി, എല്ലാ സമയവും നിനക്കാണ് സന്തോഷം. അതുകൊണ്ട് തന്നെ നീ ജീവിക്കുക, ഇസ്സത്തോടെ ജീവിക്കുക, വരിഫഅത്തിൻ ഉയർച്ചയോടെ ജീവിക്കുക, വഹ്തിറാമിൻ ഹുർമത്തോടുകൂടെ നീ ജീവിക്കുക. കാരണം നീ എന്റെ മുരീദാണല്ലോ. എന്നെ പറ്റി നീ ഇത്രയും കേട്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്റെ മുരീദാവുമ്പോ നിന്റെ മഖാം എത്ര വലുതായിരിക്കും. അല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ومريدي إذا دعاني بشرق وبغرب أو نازل بحر طامي. എന്റെ
മുരീദ് എന്നെ വിളിച്ചു. എവിടുന്ന്? കിഴക്കിൽ നിന്ന്, അല്ലെങ്കിൽ പടിഞ്ഞാറിന്ന്, അല്ലെങ്കിൽ കടലിൽ നിന്ന് വിളിച്ചു. എന്തിന്? എന്റെ മുരീദ് എന്നെ ആകാശത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചാലും വായുവിൽ നിന്ന് വിളിച്ചാലും ഞാൻ സഹായിക്കുന്നതാണ്. അനാ സൈഫുൽ ഖാദ ലികുല്ലി ഖിസ്വാമി. എന്റെ മുരീദുമാരോട് തർക്കിക്കുന്ന എല്ലാവരോടും ഖളാഇന്റെ വാള് കൊണ്ട് ഞാൻ തീരുമാനമാക്കുന്നതാണ്. സൈഫുൽ ഖളാ, ഖളാഇന്റെ വാളാണ് ഞാൻ. എന്റെ മുരീദിനോട് തർക്കിക്കാൻ വരുന്നവരെയൊക്കെ തീരുമാനമാക്കാൻ ഞാൻ എമ്പാടും മതി. അതുപോലെ ഉപ്പാപ്പ അവിടുത്തെ മുരീദന്മാർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓഫർ, അനാ ഫിൽ ഹശ്രി ശാഫിഉൻ ലി മുരീദി ഇൻദ റബ്ബി ഫലാ യുറദ്ദു കലാമി. അനാ, ഞാൻ ഫിൽ ഹശ്രി മഹ്ശറയില് ഷാഫിഉൻ ലി മുരീദിഹി, എന്റെ മുരീദിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതാണ്. ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുത്ത് എന്റെ മുരീദിന് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യും മഹ്ശറയിൽ വെച്ച്. ഫലാ യുറദ്ദു കലാമി, ഹബീബും മഹ്ബൂബുമായ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കലാമിനെ അല്ലാഹു തള്ളുകയില്ല. അല്ലാഹു അക്ബർ. അതാണ് ഏറ്റവും വലിയ സംഭവം. എന്റെ മുരീദിനെ മഹ്ശറയിൽ വെച്ച് ഞാൻ ശഫാഅത്ത് ചെയ്യും. എന്റെ കലാം ഒരിക്കലും, എന്റെ ശഫാഅത്ത് അല്ലാഹു തള്ളുകയില്ല. അനാ ശൈഖുൻ വസാലിഹുൻ വവാലിയുൻ അനാ ഖുത്ബുൻ വഖുദ്വത്തുൻ ലിൽ ആനാമി. ഞാനാണ് ശൈഖ്, ഞാനാണ് സ്വാലിഹ്, ഞാനാണ് വലിയ, ഞാനാണ് ഖുത്ബ്, ഞാനാണ് ഖുദ്വത്ത്, ഞാനാണ് ഇമാമ് ലിൽ അനാം. എല്ലാ ജനങ്ങൾക്കും ഞാൻ തന്നെയാണ് ശൈഖും സ്വാലിഹും വലിയും ഖുത്ബും ഖുദ്വത്തും ഇമാമുമായി ഞാൻ തന്നെ എമ്പാടും മതി. എന്റെ പേരെന്തെന്നറിയുമോ? അനാ അബ്ദുൽ ഖാദിരിൻ വബവാഖതി وجدي المصطفى شفيع الأنام. എന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. എന്റെ വല്ലിപ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയാണ്. فعليه الصلاة في كل وقت وعلى آله بطول الدوام. ഞങ്ങൾ പാപ്പ പറയുകയാണ്, ഫഅലൈഹി സ്വലാത്തു, എന്റെ വല്ലിപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പാക്ക് എല്ലാ വഖത്തും എല്ലാ വഖത്തിലും അല്ലാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ. വഅലാ ആലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനും ബിതൂലി ദവാമി, എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിശുദ്ധമായ ബൈത്തുകൾ ഇവിടെ അവസാനിക്കുന്നത്. തുഫ്ബിഹാനി, എന്റെ പരിശുദ്ധമായ ഹളറത്തിൽ വന്ന് എന്റെ മഖാമിൽ അഭയം തേടുക. എന്റെ മഖാമ് കഅബ ഷരീഫാണ്, ഞാൻ തന്നെയാണ് കഅബ ഷരീഫ്. എന്നെ നിങ്ങൾ തവാഫ് ചെയ്യുക. തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ വചനങ്ങൾ നമുക്ക് കിട്ടിയ ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയാണ് നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പ റളിയല്ലാഹു അൻഹു. طولallahu umrahu ma'a as-sihhati wal 'afiyati ya rabbal alamin. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.